വെൽക്കം ടു ASLB അക്കാഡമി. ഡിഗ്രിയും ഡിപ്ലോമയും ഉണ്ടെങ്കിൽ ISROയിൽ നല്ലൊരു ജോലി കരസ്ഥമാക്കാനുള്ള ഒരു സുവർണ അവസരം വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് കുറച്ചധികം ദിവസമായി. ഏകദേശം നോട്ടിഫിക്കേഷൻ്റെ ഡേറ്റ് തീരാറായിട്ടുണ്ട്, അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് തീരാറായിട്ടുണ്ട്. ഒരു അലർട്ട് എന്നുള്ള രീതിയിലാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. ഇനിയും ആരെങ്കിലും ഈ ക്വാളിഫിക്കേഷൻ ഉള്ള ആരെങ്കിലും വീഡിയോ അല്ലെങ്കിൽ അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്കുള്ളൊരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് കരുതിയാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോവാം. റിക്രൂട്ടിംഗ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ISRO ആണ് കേട്ടോ, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിലേക്കാണ്. താഴെ പറയുന്ന ഈ പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഏതൊക്കെ പോസ്റ്റുകളാണെന്ന് നമുക്ക് നോക്കാം. അസിസ്റ്റൻറ്റ്, അപ്പർ ഡിവിഷൻ ക്ലർക്ക്, ജൂനിയർ പേഴ്സണൽ അസിസ്റ്റൻറ്റ്, സ്റ്റെനോഗ്രാഫർ എന്നീ തസ്തികകളിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടോട്ടൽ വേക്കൻസീസ് എന്ന് പറയുന്നത് 242 ആണ് വേക്കൻസി. അതായത് ഈ ജോബുകളെല്ലാം കൂടെ ചേർന്നിട്ട്, ഈ വേക്കൻസികളെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ടോട്ടൽ വേക്കൻസിയാണ് 242 എന്ന് പറയുന്നത്. അതിൽ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് 27 ജൂലൈ 2026 ആണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ നമുക്ക് അയക്കാൻ പറ്റുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 27 മുതൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിരുന്നു. 27 ജൂലൈ 2026 മുതൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിരുന്നു. ഇനി ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 16 ഓഗസ്റ്റ് 2026 ആണ്. അപ്പോൾ ഫീസ് അടക്കേണ്ട ഡേറ്റും ഈ പറഞ്ഞ 16-ാം തീയതിയാണ് കേട്ടോ. അതായത് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, ഇനി 2-3 ദിവസം മാത്രമാണ് ഇനി ഓഗസ്റ്റ് 16-നുള്ളത്. അതിനുള്ളിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാത്ത ഈ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് ഈ ഒരു ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. നല്ലൊരു ജോബാണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് സെൻറ്ററിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അതൊരു എന്താ പറയുക, ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് അല്ലേ. നമുക്ക് ISROയിലൊക്കെ ഒരു ജോലി ചെയ്യാമെന്ന് പറയുന്നത് തന്നെ, നമ്മുടെ രാജ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് നോക്കാം. ഇതിൻ്റെ അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 28 വയസ്സാണ് കേട്ടോ. പിന്നെ നമ്മുടെ SC ST അതേപോലെ OBC അങ്ങനെ റിലാക്സേഷൻ ഉള്ള ആൾക്കാർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഏജ് റിലാക്സേഷനും ലഭിക്കുന്നതാണ്. ഇനി അടുത്ത് നോക്കാം. സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടൺ എക്സാമിൻ്റെ ബേസിലാണ് എക്സാം നടത്തുന്നത്. ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് isro.government.in എന്നുള്ള വെബ്സൈറ്റ് മുഖേനയാണ് ഈ ഒരു ജോബിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് മറക്കണ്ട, 16 ഓഗസ്റ്റ് 2026 ലാസ്റ്റ് ഡേറ്റ് വന്നിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ വീഡിയോ കാണുന്ന ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ല കാര്യം. അതേപോലെ ഫീസും കാര്യങ്ങളും അടക്കേണ്ട ലാസ്റ്റ് ഡേറ്റും ഈ പറഞ്ഞ 16 ഓഗസ്റ്റ് 2026 തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് ഓരോ വേക്കൻസികൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നോക്കാം. ഇതിൽ ജൂനിയർ പേഴ്സണൽ അസിസ്റ്റൻറ്റ് എന്നുള്ളൊരു പോസ്റ്റിലേക്ക് 113 വേക്കൻസിയാണ് നിലവിലുള്ളത്. അതേപോലെ അപ്പർ ഡിവിഷൻ ക്ലർക്ക് UDC ക്ലർക്കിലേക്ക് 81 വേക്കൻസിയും, സ്റ്റെനോഗ്രാഫർ എന്നുള്ള പോസ്റ്റിലേക്ക് 10 വേക്കൻസിയും, അസിസ്റ്റൻറ്റ് ഓട്ടോണമസ് അസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു വേക്കൻസിയിലേക്ക് 17 പേരും, ജൂനിയർ പേഴ്സണൽ അസിസ്റ്റൻറ്റിലേക്ക് 1 വേക്കൻസിയും, അങ്ങനെ ടോട്ടൽ 242 വേക്കൻസിയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് മൊത്തത്തിൽ നമുക്ക് ഉള്ളത്. ഇനി ഇതിൻ്റെ ഒരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരുന്നത് അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ അപ്പർ ഡിവിഷൻ ക്ലർക്കിന് വരുന്ന ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ വിത്ത് എ മിനിമം 60% മാർക്ക് ഓർ CGPA of 6.32 on a 10-point സ്കെയിൽ ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അതായത് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 60% മാർക്കോട് കൂടി അല്ലെങ്കിൽ 6.32 CGPAയോട് കൂടി ഡിഗ്രി പാസ്സായിട്ടുള്ള ആൾക്കാർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും കേട്ടോ. അതേപോലെ തന്നെ ജൂനിയർ പേഴ്സണൽ അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ സ്റ്റെനോഗ്രാഫർ എന്നുള്ള പോസ്റ്റിലേക്ക് അയക്കാൻ പറ്റുന്നത് ആർക്കൊക്കെയാണ്, അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഗ്രാജുവേഷൻ വിത്ത് മിനിമം 60% മാർക്ക്, അതേപോലെ തന്നെ CGPA 6.32 ആണ് ചോദിച്ചിരിക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ കൂടെ പറയുന്നുണ്ട് കേട്ടോ. ഡിഗ്രി ഉള്ളവർക്ക് മാത്രമല്ല ഈ ഒരു പോസ്റ്റിലേക്ക് അയക്കാൻ പറ്റുക. ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ്, അതായത് പോളിടെക്നിക്കിലൊക്കെ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കും ഇതേപോലെ സെക്രട്ടേറിയറ്റ് കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും കേട്ടോ. അവർക്കും മിനിമം മാർക്ക് വേണ്ടത് 60% മാർക്കാണ്, അല്ലെങ്കിൽ CGPA 6.32 എന്നുള്ള ആ ഒരു മാർക്കുമാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ട മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻസ് ഉള്ള ആൾക്കാർ, ഈ ഒരു ഏജ് ലിമിറ്റിൽ നിൽക്കുന്ന ആൾക്കാർക്ക്
കിട്ടാവുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ISROയിൽ ഒരു ജോലി ലഭിക്കുക എന്നുള്ളത്. വീഡിയോ കാണുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് അയക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അയക്കുക. അപ്പോൾ ഈ ഒരു കോഴ്സിലേക്കുള്ള നമ്മുടെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു ജോബിലേക്കുള്ള കോച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള അഡ്മിഷൻ AZB അക്കാഡമി ആരംഭിച്ചിട്ടുണ്ട്. കോഴ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.